വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടാകും അല്ലേ? അതെ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് കാർത്തിക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും ലളിതവും ഉപകാരപ്രദവുമായൊരു ട്യൂട്ടോറിയലുമായാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമാണ് അല്ലേ? ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരും വിദ്യാർത്ഥികളുമടക്കം ഭൂരിഭാഗം ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഈ പറയുന്ന യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ തുടങ്ങുന്ന സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലാണ്. ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയാസിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗപ്രദമാക്കുമ്പോൾ മറ്റു ചിലരാവട്ടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ യഥാർത്ഥ സാധ്യതകൾ അറിയാതെ വെറുതെ സമയം ചെലവഴിക്കുകയാണ്. ഇന്നലെ വരെ പുറം ലോകം അറിയാതിരുന്ന കലാകാരന്മാരെയും ബിസിനസ് മാഗ്നറ്റുകളെയും ബ്യൂട്ടി വ്ളോഗേഴ്സിനെയും ഇന്നാളുകൾ അറിഞ്ഞു തുടങ്ങിയെങ്കിൽ അത്രത്തോളം സാധ്യതകളുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പലരും സോഷ്യൽ മീഡിയാസിൻ്റെ വ്യൂവേഴ്സ് മാത്രമായി മാറുന്നതിനുള്ള കാരണം അവർ ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ പിന്നെ ഇത് ചെയ്യണോ? അവർ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ വിൽപ്പന ചെയ്താൽ ശരിയാവുമോ? ഇതൊന്നും നമ്മൾ ചെയ്താൽ ശരിയാവില്ല, നമ്മുടെ വീഡിയോസ് ഒന്നും റീച്ച് ആവാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുകളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു തിരക്കുള്ള മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ഒരേ പ്രോഡക്റ്റ് വിൽപ്പന ചെയ്യുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി ആളുകളും ഒരു ഷോപ്പിൽ നിന്ന് മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിലോ? അവിടെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മാർക്കറ്റിംഗ്. ആ ഷോപ്പ് കീപ്പർ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും അയാളുടെ സെയിൽസിൻ്റെ വിജയം. ഇനി നമുക്ക് നമ്മുടെ സെനാരിയിലോട്ട് വരാം. ഇവിടുത്തെ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓരോരുത്തർക്കും ഓരോ തരം ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ ഐഡിയാസിനെ വ്ളോഗ്സായി അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാവട്ടെ അവരുടെ പ്രൊഡക്റ്റിനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നതാവും. ഇനി കരിയർ സൈറ്റുകൾക്കാവട്ടെ അവർക്കോ അവരുടെ സൈറ്റുകളിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കുക എന്നതാവും. അങ്ങനെ പല ആളുകൾക്ക് പല ആവശ്യങ്ങളാണെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ, കുറഞ്ഞ ചിലവിൽ മാക്സിമം പ്രമോഷൻ. ഇനി നമുക്ക് സോഷ്യൽ മീഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 7 ബെനിഫിറ്റ്സ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രാൻഡിനെ ഏറ്റവും അട്രാക്റ്റീവും ഫേവറബിളുമായുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് മാർക്കറ്റിംഗ് ചാനൽസ് സോഷ്യൽ മീഡിയ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ്, SEO, ഇമെയിൽ മാർക്കറ്റിംഗ്, മറ്റ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചാനൽസ് തുടങ്ങിയവ. ഇവയെല്ലാം തന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ റേറ്റിംഗ് കൂട്ടാനും അതുവഴി പല ആളുകളുമായുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും സാധിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലോയൽ കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല ആളുകളുമായുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതിനോടൊപ്പം അവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് തന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തേത് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഫീഡ്ബാക്ക് നൽകുന്ന സോഴ്സുകളാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ളത്. കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ബന്ധം കൂടുതൽ വിശ്വാസകരമാക്കാനും പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ് കൂട്ടാനും ഇത് ഹെൽപ്ഫുള്ളാകുന്നു എന്നുള്ളതാണ്. നാലാമത്തേത് ഡിജിറ്റൽ എക്സ്പോഷർ എന്ന കൺസെപ്റ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻട്രാക്ഷൻ വേൾഡ് വൈഡ് ആയി തന്നെ പ്രൊഡക്റ്റിനെ ആക്സസ് ചെയ്യാനും ഡെയിലി യൂസേഴ്സിന് നമ്മുടെ പ്രസൻസ് നല്ല രീതിയിൽ ലഭ്യമാക്കാനും അതുവഴി സാധിക്കുന്നു. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ഒരുപാട് ചാനൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ചാനൽസ് എല്ലാം ഒരേ സമയത്ത് നമുക്ക് ആക്സസിബിൾ ആവാനും സെർച്ച് എഞ്ചിൻ്റെ സഹായത്തോടെ ഏത് ലോകത്തിരിക്കുന്ന ആളുകളിലേക്കും എത്തിച്ചേരാനും ആകുന്നു എന്നുള്ളതാണ്. പല സോഷ്യൽ മീഡിയ ചാനൽസ് വഴി പ്രൊഡക്റ്റിനെ പറ്റി അറിയുകയും അതുവഴി സെയിൽസ് കൂടുകയും പിന്നീട് കസ്റ്റമേഴ്സിൻ്റെ ഒരു വലിയ ബേസ് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആറാമത്തെ ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ട് കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങുകയും സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്താൽ അവരവരുടെ അഭിപ്രായങ്ങൾ റേറ്റിംഗായി രേഖപ്പെടുത്തും. ഇത് കണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങുകയും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ സെയിൽസ് കൂടുകയും ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്
മാർക്കറ്റിംഗ് കോസ്റ്റ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഏഴാമത്തെ ബെനിഫിറ്റും. ആദ്യമൊക്കെ TV ചാനൽസുകളെയാണ് പ്രൊഡക്റ്റിൻ്റെ പരസ്യം ചെയ്യാനായും മറ്റും ആശ്രയിച്ചിരുന്നത്. ഒരുപാട് കോസ്റ്റ് ഇതിന് ആവശ്യമായി വരാറുമുണ്ട്. ഒരുപാട് കോസ്റ്റ് വരുന്നു എന്നത് മാത്രമല്ല, ആളുകളിലേക്ക് എത്തിച്ചേരാനും ഇത് സമയമെടുക്കുന്നു. ഒരു തുലാസിൽ ട്രഡീഷണൽ ചാനൽസിനെയും സോഷ്യൽ മീഡിയ ചാനൽസിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയായിരിക്കും മുൻതൂക്കം. കാരണം ഇത് തികച്ചും മാർക്കറ്റിംഗ് കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ധാരാളം സോഷ്യൽ മീഡിയ നമ്മുടെ പ്ലാറ്റ്ഫോമായി തിരഞ്ഞെടുക്കാൻ. സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നെ വേണ്ടതോ ഐഡിയാസ്, സ്ട്രാറ്റജി, പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇനി വരുന്ന ട്യൂട്ടോറിയൽസ് വീഡിയോകളിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഐഡിയാസിനെ ശരിയായ സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്ലാനിംഗ് ചെയ്ത് മാനേജ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ്.